السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله. ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, വേദിയിലുള്ള മുദർരിസ് ഉസ്താദ് അടക്കമുള്ള മറ്റുള്ള പണ്ഡിതന്മാർ, ജമാഅത്ത് പ്രസിഡന്റ്, അതുപോലെ മുസ്ലിം ജമാഅത്ത്, SYS, SSF, എംഗമൻസ് തുടങ്ങിയ കമ്മിറ്റി നേതാക്കന്മാർ, ഒരു പ്രസംഗമോ ഒരു വഅളോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ പറയാൻ വേണ്ടിയല്ല ഞാനിവിടെ നിന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് നല്ല ഒരു ഉപദേശം ചെറിയ സമയം കൊണ്ട് നമുക്ക് തന്നു. അല്ലാഹു അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്താൻ നമ്മുടെ നാട്ടുകാരനായ യുവ വാഗ്മി പണ്ഡിതൻ അത്താഹുല്ലാ ഇമാമി സഖാഫി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വിഷയം മാത്രം ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ SSF-ന്റെ ക്യാമ്പയിങ് നടന്നു, മെമ്പർഷിപ്പ് അഭിയാനം നടന്നു. നല്ല വിജയിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാവർക്കും നല്ലതുപോലെ പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ജനുവരി 1 മുതൽ ജനുവരി 10 വരെ SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും ക്യാമ്പയിങ് മെമ്പർഷിപ്പ് ഡേ എല്ലാം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. അതിൽ നാട്ടുകാരായ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ SYS-ന്റെ മഹത്തായ പരിപാടി ഇതൊരു നമ്മുടെ ഇസ്ലാമിന്റെ ഷിഹാറിന്റെ, ഇസ്ലാമിന്റെ ഒരു വലിയ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മഹത്തായ ഈ വഅള് പരിപാടികളും ഈ ദിക്ർ മജ്ലിസുകളും അതുപോലെ മറ്റുള്ള നല്ല നല്ല പരിപാടികളൊക്കെയും നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ മഹത്തായ ഒരു പരിപാടിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പൊ ഏതായാലും എന്റെ പ്രസംഗം നിർത്താനുള്ള സമയവുമായി. ബഹുമാനപ്പെട്ട അത്താഉള്ള സഖാഫിയുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ പ്രചരിപ്പിക്കാൻ, ആ സ്വീകാര്യമായ ദീൻ പ്രചരിപ്പിക്കാൻ ഇവിടെ പല മേഖലകളാണ് നാം മുസ്ലിമീങ്ങളായ നാം കണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാണ് ഈ പറയപ്പെടുന്ന വഅള് പരമ്പര. അതുപോലെ നമ്മുടെ ജമാഅത്ത്, അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിൽപ്പെട്ട ഒരു ഭാഗമാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്കെല്ലാവർക്കും അറിഞ്ഞതുപോലെ മദ്രസ ഭാഗം എന്ന് പറയുന്നത്. മദ്രസ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ദീൻ പ്രചരിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മാർഗമാണ് മദ്രസ മേഖല. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടില് ദർസ് മേഖലയും കൂടി നല്ല ഉഷാറായി നടക്കുന്നുണ്ട്. അതും നമ്മുടെ ദീനിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രചരണ മേഖലയാണ്. ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഭാഗമാണ് ദർസ് മേഖല എന്നുള്ളതും. അതുപോലെ നമ്മുടെ മദ്രസ മേഖല എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് മദ്രസ എന്ന് കടന്നു വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു പാരമ്പര്യമുണ്ട്. എന്താണ് ആ പാരമ്പര്യ? ആ പരമ്പരാഗതമായി വന്ന ഒരു പാരമ്പര്യത്തിലുള്ള ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നതും പ്രചരിപ്പിക്കേണ്ടതും പ്രചരിപ്പിച്ചതും എല്ലാം അത് ഒരു വഴിയിൽ കൂടെയാണ്. ഇന്ന് നമ്മുടെ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്നത് അത് ഒരു ഗുരുവിൽ നിന്ന്, ഒരു ഉസ്താദിൽ നിന്ന് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മുടെ നാട്ടിൽ മദ്രസ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ഉസ്താദിൽ നിന്ന് കുട്ടികൾ പകർത്തിയെടുക്കുകയാണ്. ആ ഉസ്താദന്മാർ അവരുടെ ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ച ഇൽമുകളാണ് അവർ മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവിടുത്തെ ഉസ്താദ് അവരുടെ ഉസ്താദിൽ നിന്ന് പഠിപ്പിച്ചെടുത്ത വിദ്യകളാണ് അവിടുത്തെ ഉസ്താദന്മാർക്ക് അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ഇമാം, അതുപോലെ വലിയ വലിയ ഇമാമിങ്ങളായ പണ്ഡിതന്മാരെ വക്കൽ നിന്ന് വന്ന ഇൽമുകളാണ്, ദീനിന്റെ വിഷയങ്ങളാണ് ഇന്ന് നാം മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പഠിച്ചത് താബിഈങ്ങളിൽ നിന്ന്, അവിടുത്തെ സ്വഹാബാക്കളിൽ നിന്ന് പഠിച്ച ഇൽമുകളാണ് അവർ പഠിച്ച് പഠിപ്പിച്ചത്. അങ്ങനെ പഠിച്ചു. അങ്ങനെ മേൽപോട്ട് അങ്ങോട്ട് പോയാൽ ആദ്യമായി ഇൽമ് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച ആ ഇൽമ് ഗുരു ഉസ്താദന്മാരെ വക്കൽ നിന്ന് പഠിച്ചു ഇന്ന് നമ്മുടെ മക്കളും ആ ഒരു ഉസ്താദിന്റെ നേതൃത്വത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നോക്കിയാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഡയറക്റ്റായി അവിടുന്ന് പഠിപ്പിക്കുന്നില്ല. അവിടെയും ഒരു ഗുരുവിനെ, ഒരു ഉസ്താദിനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇടക്ക് വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുരു ആരായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം. അവിടുത്തെ ഉസ്താദാണ്, അവിടുത്തെ ഗുരുവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ഒരു ഇടക്ക് ഒരു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഒരു ആളുകൾക്ക് ഇൽമ് കിട്ടണമെങ്കിൽ, ഒരു പഠനം കിട്ടണമെങ്കിൽ, ഒരു വിജ്ഞാനം, ഒരു അറിവ് കിട്ടണമെങ്കിൽ ഒരു ഉസ്താദിന്റെ ആവശ്യമുണ്ട്. ഇതിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിയുടെ പരമ്പരയിൽ വെച്ച ഒരു ഏറ്റവും വലിയ ഒരു വസ്തുവാണ്, ഒരു ഉപകരണമാണ് ഉസ്താദന്മാർ എന്നുള്ളത്. അവർ പഠിച്ച് അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ആര് പഠിപ്പിച്ചതാണ്? ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമാണ്. ഞാൻ എന്റെ വിഷയം നിർത്തുകയാണ്. എന്റെ പ്രസംഗം അല്ല ഇന്ന് ബഹുമാനപ്പെട്ട താവുള്ള സഖാഫി ഉസ്താദിന്റെ പ്രസംഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഓരോ വിദ്യയും ഓരോ വിഷയവും
ഓരോ കാര്യങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത, അവിടുന്ന് ശിഷ്യന്മാർ പകർത്തിയെടുത്ത, സ്വഹാബാക്കൾ പകർത്തിയെടുത്ത, താബിഈങ്ങൾ പകർത്തിയെടുത്ത, അവിടുത്തെ ഇമാമിങ്ങൾ പകർത്തിയെടുത്ത, അവിടുത്തെ ഉസ്താദന്മാർ ഇങ്ങനെ പകർത്തിയെടുത്ത മഹത്തായ വിജ്ഞാനമാണ്, അറിവുകളാണ് ഇന്ന് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രസയിൽ പഠിപ്പിക്കാത്ത ഇൽമ് ഏതാണ്? നമ്മുടെ കുട്ടികൾക്ക് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും, അവനക്ക് ഖുർആൻ ഓതാനും അവനക്ക് അറബി വായിക്കാനും അവന്റെ ജീവിതത്തിൽ അവനക്ക് നിർബന്ധമായും സുന്നത്തായും അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏത് രൂപത്തിലാണോ പഠിപ്പിച്ചത് അതേ രൂപത്തിലാണ് നമ്മുടെ മദ്രസയിൽ ഇന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിക്ക് ഒരു പുള്ളി വ്യത്യാസം വരാതെ, അതിനാണ് ഈ വേഷധാരികളായ ഉസ്താദന്മാരെ, ട്രെയിനിങ് എടുത്ത ഉസ്താദന്മാരെ അവിടുന്ന് നമ്മുടെ ബോർഡുകൾ തീർമാനിച്ചുകൊണ്ട് നല്ല സെറ്റപ്പോട് കൂടെ ഒരു ആശയത്തിനും ഒരു ആദർശത്തിനും ഒരു നിലക്കും വ്യത്യാസം വരാതെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ച ആ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ച അതേ ദീനാണ് ഇന്ന് നമ്മുടെ മദ്രസയിൽ ആ പിഞ്ചു കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ആ ഇൽമ് പഠിച്ച് 10ാം ക്ലാസ് വരെ കഴിഞ്ഞു, അതിന്റെ വലുതുമായി. പക്ഷേ നമ്മുടെ കുട്ടികൾ നമ്മുടെ റൂട്ടിൽ നിന്ന് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പാടിന് പോവുകയാണ്. നമുക്ക് വളരെ വിഷമമുണ്ട്. 1ാം ക്ലാസ് മുതൽ അവർക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ ഇവിടുത്തെ ഉസ്താദന്മാർക്ക്, ഇവിടുത്തെ മാനേജ്മെന്റ് വേണ്ട ശമ്പളങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാ സഹായ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ 10 വർഷം പഠിപ്പിച്ചു കൊടുത്ത കുട്ടികൾ നമ്മൾ നിന്ന് തെറ്റിപ്പോവുകയാണ്. ആ തെറ്റിപ്പോവാനുള്ള കാരണങ്ങൾ, പല കാരണങ്ങളും ഉണ്ട്. ഞാൻ ഈ സമയത്ത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീആ വലാ തഫറഖൂ. നിങ്ങൾ മദ്രസയിൽ പഠിച്ച ഇൽമ്, നിങ്ങൾ മദ്രസയിൽ കിട്ടിയ അറിവുകൾ, എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, ഏതെല്ലാം വിഷയത്തിലുണ്ടോ, മദ്രസയിൽ പഠിപ്പിക്കാത്ത ഒരു വിദ്യയുമില്ല. എല്ലാ സുന്നത്തായ കാര്യങ്ങളും, എല്ലാ നിർബന്ധമായ കാര്യങ്ങളും, ബാപ്പയോടുള്ള അദബും, ഉസ്താദന്മാരോടുള്ള അദബും, ഉമ്മയോടുള്ള അദബും, ജ്യേഷ്ഠനോടുള്ള അദബും, എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചാണ് ഞങ്ങൾ മദ്രസയിൽ നിന്ന് പുറത്തിറക്കുന്നത്. ആ പുറത്തിറക്കിയ കുട്ടികളോട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹു ഖുർആനിൽ പറയുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീആ. മുഴുവൻ കാര്യങ്ങളും പഠിച്ചത് അത് ജീവിതത്തിൽ പകർത്താൻ, അത് ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ഞങ്ങൾ ശ്രമിക്കണം. വലാ തഫറഖൂ. ആരെങ്കിലും വൈക്ക് കിട്ടി പറയുന്ന, ആരെങ്കിലും കൂട്ടുകാർ പറയുന്നത് കേട്ട് നീ അവിടെ നിന്ന് തെറ്റിപ്പോകരുത്. അവിടുന്ന് ഒരു നിലക്കും വ്യഭിചരിച്ചു പോകരുത്, ഒരു നിലക്കും നീ ചിന്ന ഭിന്നമായി പോകരുത്. നീ മദ്രസയിൽ പഠിച്ച ഇൽമ് അതുപോലെ നിറവേറ്റാൻ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഇൽമ് എന്തെല്ലാമാണ്? ഒരു മനുഷ്യന് നിസ്കരിക്കേണ്ട ഏതെല്ലാം രൂപങ്ങളുണ്ടോ, അവൻ ഏതെല്ലാം സുന്നത്ത് നിസ്കാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ, ഏതെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഹദ്ദാദ് റാത്തീബ് നടക്കുന്നില്ലേ, മദ്രസയിൽ പഠിപ്പിക്കുന്നില്ലേ? നമ്മുടെ നാട്ടിൽ സുബഹി നിസ്കാരത്തിൽ ഖുനൂത്തില്ലേ, അത് മദ്രസയിൽ പഠിപ്പിക്കുന്നില്ലേ? നമ്മുടെ നാട്ടിൽ തറാവീഹ് നിസ്കാരം 20 അത് മദ്രസയിൽ പഠിപ്പിക്കുന്നില്ലേ? ഏത് വിഷയമാണ് മദ്രസയിൽ പഠിപ്പിക്കാത്തത്? ആ പഠിച്ചതനുസരിച്ച് ഒരു മനുഷ്യൻ നടന്നാൽ ആ പഠിച്ചവനോട് അല്ലാഹ് പറയുകയാണ്, ആ പഠിച്ചതനുസരിച്ച് നീ ജീവിക്കണം, അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കണം, അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് നീ ജീവിക്കണം. വലാ തഫറഖൂ.
ആരും പറയുന്നത് കേട്ട് റോട്ടിലോ ബജാറിലോ അല്ലെങ്കിൽ എവിടെങ്കിലും യൂട്യൂബർമാരോ അവരവരെ ബുദ്ധിക്ക് പറയുന്നത് കേട്ട് നിന്റെ ആശയത്തിനോ നിന്റെ കർമ്മത്തിനോ നീ എന്താക്കരുത്, തെറ്റിപ്പോകരുത് എന്ന് അള്ളാഹു ഖുർആനിൽ വിളിച്ച് പറയുകയാണ്. അതുപോലെ ഞങ്ങളെ കുട്ടികളും ഞങ്ങളും ആ ഒരു പാതയിൽ നിൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത വിഷയങ്ങളുണ്ടോ? ഖബർ സിയാറത്ത് പഠിപ്പിച്ചത് ഹബീബ് തങ്ങളല്ലേ. ആദ്യമായിട്ട് അവിടത്തെ ഉമ്മാന്റെ സ്ഥാനത്തിൽ നിൽക്കുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി ഖബറിൽ ഇറങ്ങിക്കൊണ്ട് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഞങ്ങൾ ഖബറിന്റെ മുകളിലാണ് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ഹബീബ് തങ്ങൾ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങിക്കൊണ്ട് ഈ പള്ളയിലേക്ക് വരുന്നത്, ഈ മണ്ണിലേക്ക് വരുന്നത് ഒരു വലിയൊരു ബീബിയാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കുണ്ട്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിത്തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിത്തരാത്ത ഒരൊറ്റ വിഷയങ്ങളോ ഒരൊറ്റ ദീനോ നമ്മുടെ മദ്രസയിലോ നമ്മുടെ ദർസിലോ പള്ളിയിലോ പഠിപ്പിക്കുന്നില്ല. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്നവർ, അല്ലാഹുവേ അത്തരക്കാർ നമ്മുടെ നാട്ടിലും പരിസര നാടുകളിൽ നിന്ന് അല്ലാഹു കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ. മരിക്കുന്നത് വരെ നമ്മുടെ ദീന സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ, നമ്മുടെ മക്കൾ തന്നെയായി മരിക്കാൻ, നമ്മൾ മരിച്ചതിന്റെ ശേഷം നമുക്ക് ഫാത്തിഹ ഓതുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, അവിടെ തസ്ബീഹ് ചൊല്ലുന്ന നല്ല മക്കൾ ഉണ്ടാകാൻ ഞങ്ങൾ സദാ പ്രാർത്ഥിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബക്കാരെയും അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മുടെ ഈ ഒരു പരിപാടി നല്ല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കുപ്പട്ടിയിൽ നല്ല നിലക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്. നല്ല ആ പഴയ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു ശൈലിക്കും വ്യത്യാസം വരാതെ എല്ലാവരും വന്ന്, ഉമ്മമാരും ബാപ്പമാരും വന്ന് എല്ലാവരും സഹകരിച്ചു കൊണ്ട് നടക്കുന്ന നല്ലൊരു പരിപാടി. അള്ളാഹു ഇനിയും ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ആമുഖ പ്രസംഗം നടത്തിക്കൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.